നമ്മളുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ലീഫ് റിലീഫിൻ്റെ അലോവേറ ക്ലിയർ ജെല്ലാണ്. നമുക്ക് അലോവേറ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലീഫാണ്. സ്റ്റെമ്മിൽ നിന്നുള്ള നമുക്ക് ജെല്ലാണ് നമ്മൾ ഹോം റെമഡീസിനൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത്. സ്കിൻ കെയർ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഇത് വാങ്ങാൻ കാരണം, പ്രിഫർ ചെയ്യാൻ കാരണം, ഞാൻ സാധാ വീട്ടിലുണ്ടായ അലോവേറ ജെല്ല് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഫേസിലൊക്കെ നല്ല ഇച്ചിങ്ങും ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ഡിസ്കംഫർട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ല് നല്ലതുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇച്ചിങ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇത് മെയിനായിട്ട് നമ്മൾ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് അലോവേറ ക്ലിയർ ജെല്ല്. അപ്പോൾ നമ്മൾ സ്കിന്നിന് ഹൈഡ്രേറ്റ് ചെയ്യാനും ഈ അലോവേറ ജെല്ലിനാണെങ്കിൽ നമുക്ക് 80 to 90% വാട്ടർ കണ്ടൻറ്റുള്ള ഒരു ജെല്ലായിരിക്കും. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫോമിലാക്കുന്നത്. സ്കിന്നിന് കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഫേസ് ഹെൽത്തി ആക്കാനും നമ്മൾ നാച്ചുറൽ സ്കിന്ന് ഷൈൻ ചെയ്യാനൊക്കെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ അലോവേറ ജെല്ല്. മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴും അതിൽ ബേസായിട്ട് നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതാണ് മോയ്സ്ചറൈസർ. അപ്പോൾ നമുക്ക് ഈ അലോവേറ ജെല്ല് നമുക്ക് മേക്കപ്പ് നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ മേക്കപ്പിന് അഫോർഡബിൾ ആയിട്ട് നമുക്കിത് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ജെല്ലാണ്. അപ്പോൾ ക്രാക്ക്ഡ് ആയിട്ടുള്ള ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ക്രാക്ക്ഡ് ആകുമ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് കൂടുതൽ ഫൈൻ ലൈൻസും പിന്നെ വ്രിങ്കിൾസൊക്കെ കൂടുതൽ എടുത്തറിയും. അങ്ങനെ ചുക്കി ചുളുങ്ങിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഡെയിലി യൂസ് ബേസിസിൽ നമുക്കതൊന്ന് മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു അലോവേറ ജെല്ല്. നമ്മളെന്തായാലും അലോവേറ ജെല്ല് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതൊരു സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉള്ളതാണെങ്കിൽ അതിൽ കുറേ പ്രിസർവേറ്റീവ്സും കൂടുതൽ കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അപ്പം പിന്നെ ഇതിൻ്റെ 50 ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു കണ്ടെയ്നറിലാണ് ഈ ഒരു ജെല്ലുള്ളത്. ഇത് അധികം പൈസ ഒന്നും വരുന്നില്ല, നമുക്ക് അഫോർഡബിളാണ്. 50 റുപ്പീസ് ഉള്ളൂ ഈ ഒരു ചെറിയൊരു കണ്ടെയ്നറിലുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സൺബേണൊക്കെ വരും, സ്കിന്നൊക്കെ ഡാമേജ് ആവും. അപ്പോൾ തന്നെ നമ്മൾ നമുക്ക് കരിവാളിച്ച് ഒരുമാതിരി ആയിരിക്കും. അതിൽ നിന്നൊക്കെ നമുക്ക് റീഫ്രഷ് ചെയ്യാനും നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ജെല്ല്. പിന്നെ നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വിചാരിച്ചാൽ നമ്മൾ നൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. 15 to 20 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്തിരിക്കണം എന്നിട്ട് നമുക്ക് മോർണിംഗിൽ വാഷ് ചെയ്താലും നല്ലതാണ്. നമ്മൾ ഇതിൽ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 8 പ്രോപ്പർട്ടീസ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ഇൻഫ്ലമേഷൻ, ആൻറ്റി ഏജിങ്, ഹീൽ വോൺസ്, ലൈറ്റനിങ് സ്കാർസ് ആൻഡ് ബ്ലെമിഷസ്, ട്രീറ്റ് ആക്നി, സൂത്ത് സൺബേൺ, ട്രീറ്റ് സ്ട്രെച്ച് മാർക്സ് ആൻഡ് ട്രീറ്റ് ഡ്രൈ സ്കിൻ. ഇങ്ങനെ അലോവേറ ജെല്ല് നമ്മുടെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുന്ന 8 കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ട്രൈ ചെയ്യുമ്പോഴും ഇതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല. നമ്മൾ കുറേ മാസങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചാലാണ് നമുക്കൊന്ന് ലൈറ്റൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ റെഡ് റാഷസ് ആണെങ്കിലും ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും പിന്നെ നമ്മൾ വല്ല സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആയിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജെല്ലാണ്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്, അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഫോമിലാണ്, ഞാൻ അത് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോമിലാണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. എന്നുവെച്ചാൽ ഇതൊരു കളർലെസ് ആണ്. നമ്മൾ വീട്ടിലുണ്ടാവുന്ന ജെല്ലിൽ നമ്മൾ അതിൻ്റെ കളർലെസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോഴും, അപ്പോൾ നമ്മൾ ജെല്ല് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ജെല്ല് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ കുറച്ചും കൂടി നമുക്ക് സേഫ്റ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ കണ്ട ഒരു ട്രാൻസ്പാരൻ്റ് ആണ്, നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ്. പിന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊഡക്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.